ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യാത്ര തുടങ്ങുന്നത് ബ്രിനോ സെൻറ്ററിൽ നിന്നാണ്. നമ്മൾ ഓൾറെഡി ബസ്സിന് ടിക്കറ്റൊക്കെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ റെജ്യൂജറ്റിൻ്റെ ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. പൊതുവേ നമ്മൾ എയർപോർട്ടിലേക്കൊക്കെ ഇത് തന്നെയാണ് പ്രിഫർ ചെയ്യാറ്. നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം. പക്ഷെ നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തുകൊണ്ട് ഇനി ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. എങ്ങോട്ടാ പോണേ? എവിടേക്കാണ് പോണേ? 3 മണിക്കായിരുന്നു നമ്മൾ ബുക്ക് ചെയ്ത ബസ്. ബ്രിനോന്ന് ഡയറക്റ്റ് പ്രാഗിലേക്കാണ്. അപ്പോൾ കറക്റ്റ് ഒരു 3:10 ആകുമ്പോൾ തന്നെ ബസ് സ്റ്റാർട്ട് ചെയ്തു. 10 മിനിറ്റ് ഡിലേ ഉണ്ടെന്ന് അവർ നമ്മളെ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ റിജോജറ്റിൻ്റെ ബസ്സിൻ്റെ ഒരു സൗകര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം റിഫ്രഷ് ചെയ്യാനുള്ള സ്നാക്സും അതേപോലെ കോഫി, ടീ അങ്ങനെയൊക്കെ നമുക്ക് ബസ്സിൽ തന്നെ അവൈലബിൾ ആണ്. പിന്നെ ചെറുതായിട്ടൊരു ചെറിയ സെറ്റപ്പിലുള്ളൊരു വാഷ്റൂമും ടോയ്ലറ്റും ഒക്കെ നമുക്ക് സൗകര്യമുണ്ട് ബസ്സിൽ തന്നെ. അതുകൊണ്ട് നമുക്ക് കുട്ടികളെയൊക്കെ ആയിട്ട് 2-3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യണമെങ്കിലും വലിയ ടെൻഷനൊന്നുമില്ല. കണ്ണൻ 1-2 കാർട്ടൂൺ മൂവീസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിതേ പ്രാഗിലെത്തി. കറക്റ്റ് 6 മണിക്കാണ് നമ്മൾ എത്തിയത്. 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 6 മണിക്ക് നമ്മൾ പ്രാഗിലെത്തി. നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ട്രാം സർവീസൊക്കെ ഏകദേശം ബ്രിനോയിലത്തെ പോലെ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാനൊക്കെ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. ട്രാം കയറിയിട്ട് നമ്മൾ 24 മണിക്കൂറിലേക്കുള്ള ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇനി ഈ സമയം തൊട്ടിട്ട് നാളെ ഇതേ സമയം വരെ പ്രാഗിൽ എവിടെ വേണമെങ്കിലും ഈ ടിക്കറ്റ് വെച്ചിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. കിങ് റെസിഡൻസിലായിരുന്നു നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. കിച്ചണൊക്കെ ഉള്ള റൂം നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ബുക്ക് ചെയ്തത് സാധാ നോർമൽ ആയിട്ടുള്ളതായിരുന്നു. നമുക്ക് 1 നൈറ്റിന് വേണ്ടിയിട്ടാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഇന്ന് 2 മണി തൊട്ടിട്ട് നാളെ 11 മണിക്ക് നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റ് ഇവരുടെ പാക്കേജിൻ്റെ കൂടെ തന്നെയുണ്ട്. ഇന്ന് രാത്രി മാത്രം നമ്മൾ ഫുഡ് പുറത്തുനിന്ന് കഴിക്കണം. അപ്പം ഇത് കണ്ണൻ തനിയെ ഇതിൽ കിടക്കും അല്ലേ? ഇല്ല, കണ്ണന് പേടിയാണ്. കണ്ണ അച്ഛനെ അവിടെ കൂടെ കിടക്കാറല്ലേ? ഓ, അതിലൊരു പോളാർ ബെയർ ഉണ്ടല്ലേ, അമ്മ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. മറ്റേതെന്താ, നമ്മളെ ജാക്കറ്റ്സൊക്കെ നമ്മളിപ്പോൾ തന്നെ ഉള്ളിലൊക്കെ ആക്കി. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമ്പർ കീ ഒക്കെ ഉണ്ട്. എന്തെങ്കിലും വാല്യുബിൾസൊക്കെ വയ്ക്കണമെന്ന് വെച്ചാൽ പുറത്ത് നല്ല തണുപ്പായതുകൊണ്ടും പിന്നെ അത്യാവശ്യം ട്രാവൽ ചെയ്ത് നമ്മൾ ടയേർഡ് ആയതുകൊണ്ടും പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ പുറത്തൊന്നും പോയില്ല. തൊട്ടടുത്തുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് നമ്മൾ അങ്ങനെ ഉറങ്ങിപ്പോയി. ഗുഡ് മോർണിംഗ്. ഇതാണ് നമ്മളുടെ റൂമിൽ നിന്നുള്ള മോർണിംഗ് വ്യൂ. കാര്യമായിട്ടൊന്നുമില്ല, തൊട്ടടുത്തുള്ള സ്ട്രീറ്റിലെ ബിൽഡിംഗ് ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന അവിടുത്തെ വീഡിയോസൊന്നും ഞാൻ കൂടുതലായിട്ട് എടുത്തില്ല, കാരണം അവിടെയൊക്കെ കുറേ ആളുകളുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ റൂം ചെക്ക് ഔട്ട് ചെയ്തു. നമ്മൾ പ്രധാനമായിട്ട് പ്രാഗിൽ വന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൻ്റെ പുതിയ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിന് ഇന്ത്യൻ എംബസിയിലേക്ക് നമുക്ക് പോകണം. ചെക്ക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ എംബസി സ്ഥിതി ചെയ്യുന്നത് പ്രാഗിലാണ്. അപ്പോൾ ഇതാണ് എംബസിയുടെ ബിൽഡിങ്.
നമ്മൾ ഇന്ത്യൻ എംബസി പോയിട്ട് പെട്ടെന്ന് തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ വേഗം കഴിഞ്ഞു. ഇനി നമുക്ക് ഒരുപാട് സമയമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പ്രാഗിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. ഓൾറെഡി നമ്മൾ ഇന്നലെ വൈകുന്നേരം 24 മണിക്കൂറിനുള്ളൊരു ടിക്കറ്റ് ട്രാമിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിനിപ്പോൾ പോകുന്നത് വരെ, ഇന്ന് വൈകുന്നേരം പോകുന്നത് വരെ ഇവിടെ ഏത് ട്രാമിലോ ബസ്സിലോ ഒക്കെ കയറി ട്രാവൽ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രധാനപ്പെട്ട നദികളിലൊന്നാണ് വ്ൾട്ടാവ റിവർ. ഈ റിവറിനെ ക്രോസ് ചെയ്തിട്ട് ഒരുപാട് പാലങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് തന്നെ നമുക്ക് പറയാം ചാൾസ് ബ്രിഡ്ജാണ്. നമുക്കിവിടെ നിന്ന് നേരെ നോക്കിയാൽ കാണുന്നത്. ചെക്ക് റിപ്പബ്ലിക്കിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും പഴയ പാലം കൂടിയാണ് ചാൾസ് ബ്രിഡ്ജ്. ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് കിങ് ചാൾസ് 4ാമൻ്റെ കാലത്തായതുകൊണ്ടായിരിക്കണം അതിനിങ്ങനൊരു പേര് വന്നത്. നമ്മൾ ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ താഴെ റിവറിൽ ചെറുതും വലുതുമായിട്ടുള്ള കുറേ ബോട്ടുകൾ കാണാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഒരു ബോട്ട് ജേണിയൊക്കെ ബുക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ റിവറിലൂടെ എത്ര സമയം ടൈം ലിമിറ്റ് നമ്മൾ അന്വേഷിച്ചില്ല, നമുക്ക് ഈ റിവറിലൂടെ ഒരു യാത്ര പോസിബിളാണ്. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ കാഴ്ചകൾ കാണാൻ അങ്ങനെയും കൂടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് ഈ റിവറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെത്തി. ഇത് പ്രാഗിലെ പ്രശസ്തനായിട്ടുള്ളൊരു പെയിൻറ്ററിൻ്റെ സ്റ്റാച്ചു ആണ്. ജോസഫ് മാൻസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നതും പ്രാഗിലെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ആസ്ട്രോണമിക്കൽ ക്ലോക്കിലെ കലണ്ടർ പ്ലേറ്റിലെ 12 മാസങ്ങളും പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളത് ഇദ്ദേഹമാണ്. ഈ കാണുന്ന ബിൽഡിങ് അതിൻ്റെ മട്ട് കണ്ടിട്ട് ഒരു തിയേറ്റർ ആണെന്നാണ് തോന്നുന്നത്. ഈ ബിൽഡിങ്ങിന് മുന്നിലായിട്ട് സ്ഥാപിച്ചിരിക്കുന്നത് ഒരു ഫേമസ് ചെക്ക് കമ്പോസറിൻ്റെ സ്റ്റാച്ചു ആണ്. അദ്ദേഹത്തിൻ്റെ പേര് അതിന് തന്നെ കുത്തിവെച്ചിട്ടുണ്ട്. പൊതുവേ ചെക്കിലുള്ള ബിൽഡിങ്ങുകൾ, അതിപ്പോൾ ബ്രിനോയിലാണെങ്കിലും പ്രാഗിലാണെങ്കിലും ഒക്കെ വളരെ ഭംഗിയുള്ളതാണ്. അവയിൽ പലതും എത്രയോ വർഷങ്ങൾക്ക് മുന്നേ പണി കഴിപ്പിച്ചതായിരിക്കും. ഇപ്പോൾ ഈ ഒരു ബിൽഡിങ് തന്നെ അതിലെത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഓരോ വർക്കും ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കിങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. വർഷങ്ങൾക്ക് മുന്നേ നമുക്കിപ്പോൾ ഉള്ള യാതൊരു സൗകര്യങ്ങളും ഇല്ലാതെ തന്നെ ഇവയൊക്കെ എങ്ങനെ പണി കഴിപ്പിച്ചു എന്ന് ആലോചിക്കുമ്പോൾ അത് വലിയൊരു അത്ഭുതമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ പോയത് നേരെ ഓൾഡ് ടൗൺ സ്ക്വയറിലേക്കാണ്. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രാഗിലെ ഹിസ്റ്റോറിക്കൽ സെൻറ്ററിലെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള സ്ക്വയറാണ് ഓൾഡ് ടൗൺ സ്ക്വയർ. മറ്റെല്ലാ യൂറോപ്യൻ കൺട്രികളുടെ സിറ്റി സ്ക്വയർ പോലെ തന്നെ ഇവിടെയും കാണുന്ന ഓരോ സ്റ്റാച്ചുവിനും ഓരോ ബിൽഡിങ്ങിനും ചരിത്രപ്രധാനമായിട്ടുള്ള ഒരുപാട് കഥകൾ പറയാനുണ്ട്. പ്രധാനമായിട്ടും ഈ ഓൾഡ് ടൗൺ സ്ക്വയറിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉദ്ദേശം ആസ്ട്രോണമിക്കൽ ക്ലോക്ക് കാണുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ പ്രത്യേകത രാവിലെ 9 മണി മുതൽ രാത്രി 11 മണി വരെ ഓരോ മണിക്കൂറും ഇടവിട്ടിട്ടാണ് അത് വർക്ക് ചെയ്യുക. അപ്പോൾ ഏകദേശം 12 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇനി 12 മണിക്ക് അത് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടെങ്കിലാണ് നമുക്ക് കറക്റ്റായിട്ട് അത് കാണാനും ഷൂട്ട് ചെയ്യാനും പറ്റുള്ളൂ. ഈ കാണുന്നതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ 3ാമത്തെ ക്ലോക്കാണിത്. അതിൽ വർക്കിംഗ് കണ്ടീഷനിലുള്ള ലോകത്തിലെ ഏറ്റവും പഴയ ആസ്ട്രോണമിക്കൽ ക്ലോക്കും കൂടിയാണ് പ്രാഗിലുള്ള ആസ്ട്രോണമിക്കൽ ക്ലോക്ക്. അപ്പോൾ ഇത് റൺ ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ജനക്കൂട്ടം.
ഇപ്പോൾ 12 മണി ആവാറായി. ഇപ്പോൾ നമ്മളിത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് കാണണമെന്നുണ്ടെങ്കിൽ 1 മണിയാവും വർക്ക് ചെയ്യുന്നത് കാണണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ ആസ്ട്രോണമിക്കൽ ക്ലോക്ക് വർക്ക് ചെയ്യുന്നത് കണ്ടു. പിന്നെ നമ്മൾ എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതിയിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തേടി നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പല വിചിത്രമായിട്ടുള്ള കാഴ്ചകളും കണ്ടു. പല സ്ഥലത്തും ഇങ്ങനെ കുറേ സ്കെൽട്ടണും അതേപോലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ പോലെ വെച്ചിരിക്കുന്നതും, ഇവിടെ കുറേ സ്കെൽട്ടൺസ് ഉള്ള ചർച്ചൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതൊന്നും കാണാൻ പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതൊക്കെ നമ്മൾ ഇനി ഒരിക്കൽ പ്രാഗിൽ വരുമ്പോൾ കവർ ചെയ്യാം. അങ്ങനെ നമ്മൾ ഇന്ത്യൻ ജ്വൽസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് കയറി. നല്ല ആംബിയൻസ് ആയിരുന്നു ആ റെസ്റ്റോറൻറ്റിൽ. അത് മാത്രമല്ല ഫുഡും നല്ലതായിരുന്നു. അങ്ങനെ നമ്മളൊരു ചിക്കൻ ബിരിയാണി, ഒരു ലാംബ് ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തു. ഫുഡിൻ്റെ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത് നമ്മൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെറുതായിട്ട് സ്നോ ഇങ്ങനെ പൊഴിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. പ്രാഗിൽ വരുന്നതിന് മുമ്പ് വെതർ ചെക്ക് ചെയ്ത സമയത്ത് സ്നോ കാണിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സ്നോയിൽ ഉപയോഗിക്കുന്ന ഷൂസോ ജാക്കറ്റോ ഒന്നുമല്ല ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ പിന്നെ പെട്ടെന്ന് തന്നെ ഒരുപാട് സ്നോ വരുന്നതിന് മുന്നേ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ഒരു പാർക്ക് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. അപ്പോൾ ഈ പാർക്കിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറേ സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്നോ ഫ്ലേക്സ് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെയാണ് ഉണ്ടാവുക. നമുക്ക് ചില സമയത്ത് ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റിജുജെറ്റിൻ്റെ തന്നെ സർവീസാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ ആദ്യമായിട്ടാണ്, യൂറോപ്പിലെ ട്രെയിനിൽ നമ്മൾ ആദ്യമായിട്ടാണ് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. നമുക്ക് കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൂപ്പയാണ് കിട്ടിയത്. അങ്ങനെ നമ്മൾ പ്രാഗിൽ നിന്ന് ബ്രിനോയിലേക്ക് പോവുകയാണ്. നമ്മുടെ ആദ്യത്തെ ട്രെയിൻ ജേണി നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല റിലാക്സ്ഡ് ആയിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ പ്രാഗ് ട്രിപ്പ്. ഇത് ശരിക്കൊരു പ്രാഗ് റെഫറൻസ് ട്രിപ്പൊന്നുമല്ല. നമ്മൾ 24 മണിക്കൂർ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറഞ്ഞ സമയം എങ്ങനെ നമ്മൾ പ്രാഗിൽ ചിലവഴിച്ചു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ട്രാവൽ വീഡിയോസും വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.